ചോദിച്ച പെണ്ണപ്പനെ കുറിച്ച് ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ ആ കവിത ഞാൻ അങ്ങനെ രാഷ്ട്രീയം പറയാൻ വേണ്ടി എഴുതിയൊരു കവിതയല്ല. ആ കവിത എൻ്റെ ജീവിതമാണ്. എനിക്കൊരു ഭാഷയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ വാക്ക് വെച്ച് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ജെൻഡർ റോളിനെ തകർക്കുന്ന ശരീരങ്ങൾ, ഇപ്പം വീട്ടുജോലി എടുക്കുന്ന ഒരു ആൺ ശരീരത്തിന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് ആണത്തത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ജെൻഡറിനെ ചോദ്യം ചെയ്യുക, ജെൻഡർ ബൈനറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഇൻഡയറക്റ്റ് ആണ് ആ എഴുത്തിൽ വന്നിട്ടുള്ളത്. അല്ലാതെ കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി കവിത എഴുതിയ ആളല്ല, മറിച്ച് ഞാൻ കണ്ട ജീവിതവും ഞാൻ ജീവിച്ച ജീവിതമാണ് എഴുത്തിലുള്ളത്. അപ്പം അതുപോലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ളൊരു ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. നിരന്തരം ഇങ്ങനത്തെ തെറിവാക്കുകൾ പെണ്ണാച്ചീന്നും കുണ്ടെന്നും ഒമ്പതെന്നും ചാന്തുപൊട്ടെന്നൊക്കെ വിളിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലം മൊത്തം കട്ടെടുത്ത് ഇപ്പോഴും മരുന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന, കയ്യിൽ നിറയെ സെൽഫ് ഹാം ചെയ്ത ബ്ലേഡ് കൊണ്ട് വരച്ച പാടുകൊണ്ടും ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം ആ പൊരുതലും ആ ജീവിതവും ഭാഷയിലൂടെ അടയാളപ്പെടുത്താനുള്ള ശ്രമമായിട്ടാണ് ആ കവിത നിൽക്കുന്നത്.